ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശിവാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ജീവനെ പൊക്കിയിരിക്കുകയാണ്. ജീവൻ ഇപ്പോൾ ശിവാനന്ദൻ്റെ കാറിലാണ്. ജീവൻ്റെ തൊട്ടരികിൽ അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ ബാക്ക് സീറ്റിലുമൊക്കെ ആയിട്ട് ശിവാനന്ദൻ്റെ ഗുണ്ടകളുണ്ട്. ഡ്രൈവറായി സുധിയും മുൻ സീറ്റിൽ ശിവാനന്ദനുമുണ്ട്. ഇങ്ങനെ ശിവാനന്ദൻ ചോദിക്കുകയാണ്, നിന്റെ ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ നിന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന്. എന്നാൽ ജീവൻ ഒന്നും മിണ്ടാത്തത് കൊണ്ട് ശിവാനന്ദൻ വീണ്ടും പറയുന്നു, അതിനെ ഭാര്യയോട് ഒരല്പമെങ്കിലും സ്നേഹം വേണ്ടേ? പക്ഷേ ചെറിയച്ഛനായ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാനവൻ്റെ കൈയും കാലും തല്ലിയൊടിക്കും. അതിന് ശ്രമിച്ചത് നീ അല്ലേടാ എന്ന് ശിവാനന്ദൻ ജീവനോട് ചോദിക്കുമ്പോൾ ഞാൻ അല്ല എന്ന് ജീവൻ പറയുന്നു. പറയടാ എന്ന് പറഞ്ഞ് വണ്ടിയിലിരുന്ന് തന്നെ എല്ലാവരും കൂടി ജീവനെ ഉപദ്രവിക്കുകയാണ്. ചെറിയച്ഛ പണിയാണല്ലേ എന്ന് ജീവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജീവന്റെ കഴുത്തിന് അമർത്തി പിടിച്ചിരിക്കുകയാണ് ബാക്ക് സീറ്റിലിരുന്ന ആ ഗുണ്ട. പിന്നെ നീ എന്താടാ വിചാരിച്ചത് എന്ന് ശിവാനന്ദൻ. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നവരൊക്കെ ജീവനെ പരമാവധി ഉപദ്രവിക്കുന്നു. എല്ലാവരും നന്നായിട്ട് അടിക്കുകയാണ്. അടിച്ചൊതുക്കട അവനെ എന്ന് സുധിയും പറയുന്നുണ്ട്. സുധി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് സുധിക്ക് അടിക്കാൻ പറ്റില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ജീവനെ അടിച്ചൊതുക്കുന്നു. നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. ഇത്രയും അടിച്ചിട്ടൊന്നും ശിവാനന്ദന്റെ കാലി തീരുന്നില്ല. കുറച്ചു ദൂരം പോയിരിക്കുന്നു. നിർത്താൻ പറയുകയാണ് ശിവാനന്ദൻ. ചവിട്ടി ഇറക്കാനും പറയുന്നു. അങ്ങനെ ശിവാനന്ദൻ ജീവനെ തള്ളി അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. മറ്റൊരാളുടെ കാൽക്കൽ കിടക്കുകയാണിപ്പോൾ ജീവൻ. അത് മറ്റാരുമല്ല, സദാനന്ദൻ തന്നെയാണ്. സദാനന്ദൻ ജീവന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് കരണം മുഖച്ച് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. കരഞ്ഞ് നിലവിളിച്ച്, എൻ്റെ മോളെ നിന്റെ കാല് പിടിച്ചില്ലേടാ, എന്തെങ്കിലും ഒരു കരുണ അവളോട് കാണിച്ചിട്ടുണ്ടോ? എൻ്റെയും കുടുംബത്തെക്കാളും അവള് നിന്റെ കുടുംബത്തെ സ്നേഹിച്ചില്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും അർഹിക്കുന്ന ബഹുമാനം കൊടുത്തില്ലേ? അതെങ്കിലും നിനക്ക് കാണാൻ വരുന്നില്ലേടാ എന്ന് പറഞ്ഞ് വീണ്ടും സദാനന്ദൻ ജീവനെ അടിക്കുന്നു. ഇപ്പോൾ സദാനന്ദന്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ് ജീവൻ. എന്നിട്ട് സദാനന്ദനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരു സൈക്കോ നോക്കുന്നത് പോലെ. അതെ, ഇന്നത്തെ ഈ അടി ഞാൻ സഹിക്കും, ഇന്നും കൂടിയല്ലേ അടിക്കൂ എന്ന് പറഞ്ഞ് ജീവൻ ചിരിക്കുന്നു. പിറകിൽ നിന്നും ശിവാനന്ദൻ പിടിച്ചുകൊണ്ടുവന്ന് ജീവനെ വീണ്ടും തല്ലിച്ചതയ്ക്കുന്നു. ഏട്ടൻ പറഞ്ഞ ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് അവൻ പോയാൽ കൊന്നുകളയാൻ ഞാൻ അനുവാദം ചോദിക്കില്ല. ഏട്ടൻ വാ എന്ന് ശിവാനന്ദൻ സദാനന്ദനോട് പറയുന്നു. അടികൊണ്ട് അവശനായി ആ മരച്ചുവട്ടിലിരിക്കുകയാണ് ജീവൻ. ദേഷ്യത്തോടെ എല്ലാവരും ജീവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ജീവൻ വീണ്ടും ഒരു കൂസലുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ അവിടെ ഇരിക്കുന്നു. വണ്ടിയിൽ കയറടാ എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് ശിവാനന്ദൻ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്നു. ഇത്രയും അടി കൊണ്ടിട്ടും ജീവന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. അവർ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഒരു സൈക്കോ ചിരിക്കുന്നത് പോലെ ജീവൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് പതിയിങ്ങനെ എണ്ണീച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കിട്ടിയതിനെ തിരിച്ചടി കൊടുക്കാതിരിക്കില്ല ജീവൻ. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ. ഹരി ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴേ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹരി ഓടിപ്പോവുകയാണ് അകത്തേക്ക്. എടാ പതുക്കെ എന്ന് അമ്മാവൻ പറയുന്നുണ്ടെങ്കിലും ഹരിയെ കേൾക്കാതെ കുഞ്ഞിന്റെ അരികിലേക്ക് ഓടിപ്പോകുന്നു. കുഞ്ഞ് അവിടെ കിടക്കുന്നു. വീണ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നു. എന്തോ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. കരയിലെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് ഹരി. ദേഷ്യത്തോടെ വീണയെ നോക്കുന്നു. ഒരു പുച്ഛത്തോടെ ഇരിക്കുകയാണ് വീണ. വീണയെ കുഞ്ഞ് കരയുന്ന നീ കേട്ടില്ലേ എന്നെ ഹരി? കുഞ്ഞുങ്ങളാകുമ്പോൾ കരയും, അത് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വീണ. ഇന്നലെ രാത്രി കുഞ്ഞിന് ആഹാരം വല്ലതും കൊടുത്തോ എന്ന് ഹരി ചോദിക്കുമ്പോൾ ചത്തില്ലല്ലോ പിന്നെന്താ എന്ന് വീണ ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എടി നീ ഒരു അമ്മയാണോ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് കുഞ്ഞുമായി പുറത്തേക്ക് പോവുകയാണ് ഹരി. വീണ പറയുകയാണ് അദ്ദേഹത്തോട്, ഞാനൊരു അമ്മയല്ല ഭാര്യയല്ല. ഇതിനൊന്നും ദൈവത്തിൽ നിന്ന് ശിക്ഷയില്ല എന്നാണോ നീ വിചാരിച്ചത്? ഈ ശാപമൊക്കെ എങ്ങനെ തീർക്കാനടി നീ എന്ന് അച്ഛൻ പറയുമ്പോൾ വീണ പറയുന്നു, കുഞ്ഞിന്റെ ശാപം മാത്രമല്ലല്ലോ, അച്ഛൻ്റെ ശാപമില്ലേ, ഹരിയേട്ടൻ്റെ ശാപമില്ലേ, നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരുടെ ശാപമില്ലേ, എല്ലാം കൂടി ഇങ്ങോട്ട് പോരട്ടെ, ഞാൻ സഹിച്ചോളാം, ഞാൻ പുഴുത്തിച്ചാകും, ഞാൻ കിടന്ന് നരകിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് പഴക്കം ചെന്നു. ഞാൻ തല തല്ലി പൊളിച്ചാലും അയാൾ എഴുന്നേറ്റ് വരും. കാരണം അയാൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരെയും ബോധിപ്പിക്കണമല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടെ അദ്ദേഹം പറയുന്നു, നിർത്തടി, കുഞ്ഞിനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കല്ല, അത് അവനെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എടി നീ ഇപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഉണ്ടോ? എങ്ങനെയടി ആ കരച്ചിൽ നിന്നത്? അവന്റെ നെഞ്ചിലെ ആ തീ കൊണ്ട്. അത് പരമമായ സത്യമാടി. അവൻ ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒക്കെയാണ്. നീ എന്ത് പറഞ്ഞാലും അവനെ പരിഹസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വിളിക്കണേ എന്ന് ഞാൻ ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വരനോട് പോലും ഞാൻ ഇപ്പോൾ സാവകാശം ചോദിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നീ വേദന അനുഭവിക്കുന്നത് കാണാനായിട്ട്.
നീ ഈ കുഞ്ഞിന്റെ കരച്ചിലിന് ശക്തിയുണ്ടെന്ന് നീ ഒരിക്കൽ പറയുന്നത് എൻ്റെ ഈ കാതുകൊണ്ട് കേൾക്കാനായിട്ട്. അത് ഞാൻ കേൾക്കൂടി. ദൈവം ഉണ്ടെങ്കിൽ ഞാനത് കേട്ടിരിക്കും എന്നൊക്കെ സ്വന്തം അച്ഛൻ മകളുടെ മുഖത്ത് നോക്കി പറയുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കൂ. ഇനി കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എന്നൊക്കെ വീണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിത്യ മുറിയിൽ കിടന്നുറങ്ങുകയാണ്. വിമൽ ആ ഭാഗത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. നളിനി അങ്ങോട്ടേക്ക് പോയപ്പോൾ വിമൽ നിത്യ ഇങ്ങനെ നോക്കുന്നത് കാണുന്നു. നീ എന്താണ് നോക്കിയത്? നിത്യയുടെ അടുത്തേക്ക് ചെല്ല് എന്നൊക്കെ നളിനി വിമലിനോട് പറയുമ്പോൾ വിമൽ പറയുന്നു, ഞാൻ ചെന്നിട്ട് എന്ത് പറയാനാ അമ്മേ? ഇങ്ങനൊരു കോന്തൻ, എടാ ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാനുണ്ടോ? അവൾ അവളുടെ കെട്ടിയവനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇനി അവന് ഒരു സ്ഥാനമില്ല. ഈ സമയത്ത് നീ അവളെ സ്നേഹിച്ച് നിന്നാൽ അവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വിമലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നവള് ചിന്തിക്കില്ലേ എന്നൊക്കെ നളിനി. ആണോ ചിന്തിക്കോ എന്ന് വിമൽ. ചിന്തിക്കും. എടാ പൊട്ട, അതിനുള്ള കഴിവ് നീ കാണിക്കണം. അവളെ രക്ഷിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് അവൾക്ക് തോന്നണം. ചെല്ലടാ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് വിമലിനെ നിത്യയുടെ അരികിലേക്ക് നളിനി പറഞ്ഞു വിടുന്നു. നിത്യയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ പതിയെ ഇങ്ങനെ പതുങ്ങി വിമൽ നിത്യയുടെ അരികിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നളിനി അത് കാണുന്നുണ്ടായിരുന്നു. പതിയെ നിത്യയുടെ കാലിലേക്ക് തൊടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു വിമൽ. പെട്ടെന്നാണ് ജീവന്റെ കാര്യം ഓർക്കുന്നത്. ജീവന്റെ കാര്യം ഓർത്തതോടെ പെട്ടെന്ന് ഒരു ഭയത്തോടെ ഇങ്ങനെ നിന്നപ്പോൾ ആ ശബ്ദം കേട്ട് ഉണരുകയാണ് നിത്യ ചാടി എഴുന്നേറ്റു. എന്താ വിമലേട്ട എന്ന് നിത്യ ചോദിക്കുന്നു. നിത്യയ്ക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ വന്നതാണെന്ന് വിമലേട്ടൻ മുറിയിൽ വന്നിട്ട് കുറേ നേരമായോ എന്ന് നിത്യ ചോദിക്കുന്നു. അയ്യോ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് വിമൽ. ആ സമയം നളിനി അവിടേക്ക് വരുന്നു. എന്നാ നിത്യ കിടന്നോ എന്ന് പറഞ്ഞ് വിമൽ പോകാൻ തുടങ്ങിയപ്പോൾ നളിനി പറയുന്നു, നിക്കടാ അവിടെ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നതാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോയാ പോരെ? എന്താ കാര്യം? എന്താ അമ്മായി കാര്യം എന്ന് നിത്യ ചോദിക്കുന്നു. എന്റെ പൊന്നു മോളെ ഒന്നും പറയണ്ട. ഈ നേരം വരെ ഇവന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? അല്ല നിനക്കൊരു വിഷമം വന്നാൽ അവൻ സഹിക്കോ? ആരാ നിത്യ ദ്രോഹിച്ചത്? ആരെയാ തല്ലേണ്ടത് കൊല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ച് എൻ്റെ പൊന്നോ, ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ല. ഞാൻ വരെ നടുങ്ങിപ്പോയി എന്നൊക്കെ നളിനി പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് നിത്യ. കുഴപ്പമില്ലാഞ്ഞിട്ടല്ലേ ഇതൊക്കെ നടന്നതും ആശുപത്രിയിൽ കിടന്നതും? എൻ്റെ പൊന്നുമോളെ അമ്മായി ഒരു കാര്യം പറയാം. എലിപ്പട്ടിയിൽ കിടക്കുന്ന എലിയുടെ അവസ്ഥയാണ് മോൾക്ക്. പൂട്ടിക്കഴിഞ്ഞു. ഇനി എപ്പോഴാണ് വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. എങ്ങനെ എൻ്റെ കൊച്ചെ നീ ജീവനും കൈപ്പിടിച്ച് ഇവിടെ കിടക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഫോൺ എടുത്ത് അമ്മായി എന്ന് ഒരു വിളിച്ചാൽ മതി. അമ്മായി ഇവനെയും കൂടി ഒരു ഓടി വരും. നിന്നെ ദ്രോഹിക്കുന്നത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അല്ലേടാ എന്നൊക്കെ നളിനി പറയുമ്പോൾ വിമൽ പറയുന്നുണ്ട്, നിത്യയ്ക്ക് വേണ്ടി ഞാൻ ആരെയും കൊല്ലും. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് നളിനി പറയുന്നു, അയ്യോ കേട്ടോ ഉശിരുള്ള ഒരുത്തന്റെ വർത്തമാനം കേട്ടോ? എൻ്റെ മോളെ, കാര്യം നീ കുടുംബത്തിലേക്ക് വരാൻ ഒരു അബദ്ധം കാണിച്ചു. മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്താനുള്ള ബുദ്ധി കാണിക്കണ്ടായോ? ഞങ്ങള് നിന്റെ കൂടെ തന്നെയുണ്ട് എന്നാ അമ്മായി പോട്ടെ മോളെ എന്ന് നളിനി പറയുന്നു. പോട്ടെ നിത്യ എന്ന് വിമലും പറയുന്നുണ്ട്. ശരി വിമലേട്ടാ എന്ന് നിത്യയും. എൻ്റെ ദൈവമേ, അധികം താമസിക്കാതെ ഇതൊന്ന് വേർപെടുത്തി തരണേ, എൻ്റെ കൊച്ചിനെ ഒന്ന് കാക്കണേ എന്നൊക്കെ നളിനി പ്രാർത്ഥിക്കുന്നു. പോയിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ചിരിയോടെ ഒരു പുഞ്ചിരിയോടെ നളിനി നിത്യയോട് യാത്ര പറഞ്ഞിട്ട് രണ്ടുപേരും മുടന്നു പോകുന്നു. വീണ്ടും നിത്യ കിടക്കുന്നു. ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് ശിവാനന്ദനും ശ്രുതിയും ഒക്കെ. ഞങ്ങൾക്ക് സമാധാനത്തോടെ ഇറങ്ങാമല്ലോ അല്ലേ എന്നൊക്കെ ശിവാനന്ദൻ ചോദിക്കുന്നു. ശിവാനന്ദൻ, ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് രഘു പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു, അങ്ങനെ ഒരു മറുപടി കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം കിട്ടുമോ? നിങ്ങളുടെ മകനെ കുറിച്ച് ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അവനൊരു ഭ്രാന്തനാണ്, ഒരു പക്ക ക്രിമിനൽ. സത്യത്തിൽ നിത്യയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ അവള് സമ്മതിക്കില്ലല്ലോ. അവൾക്ക് പറയാനുള്ളത് മുഴുവനും അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. ആൻറ്റി ബലമായി ചേച്ചി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാത്തത് ആൻറ്റി ഓർത്ത് മാത്രമാണെന്ന് ശ്രുതി പറയുന്നു. ചേച്ചിയുടെ കാര്യത്തിൽ ആൻറ്റിയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നും ശ്രുതി പറയുന്നു. നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിത്യമോൾ എൻ്റെ പ്രാണന്റെ ഭാഗമാണ്. എൻ്റെ പ്രാണൻ എടുത്തിട്ടല്ലാതെ അവളെ ദ്രോഹിക്കാൻ ആർക്കും പറ്റില്ല. എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ അവളെ സംരക്ഷിക്കും എന്ന് സുജാത പറയുന്നു. സുജാതയുടെ കൈ പിടിച്ച് ശ്രുതി പറയുന്നു, ചേച്ചി പറയുന്നത് സത്യമാണ്. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സ്നേഹം മാത്രം പോരല്ലോ, ഞങ്ങളുടെ ചേച്ചിക്കും ജീവിക്കണ്ടേ? ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചതും ജീവിച്ചതും വലിയ സമ്പന്നതയിലൊന്നുമല്ല, പക്ഷെ അവളുടെ മുഖത്ത് കളിയും ചിരിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സിലൊരു വിഷമം തട്ടുമ്പോൾ അവളെയാണ് വിളിക്കുന്നത്. കുറച്ചുനേരം അവളോട് സംസാരിച്ചാൽ ഒരു സമാധാനം കിട്ടും. പക്ഷേ ഇപ്പോൾ ചുറ്റുമുള്ളവർ മുഴുവൻ സമാധാനിപ്പിച്ചാലും അവളുടെ മനസ്സിലെ തീ കെടാത്ത അവസ്ഥയാണ്.
രഘു പറയുന്നു, ശിവാനന്ദ, സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ സമയമായതാണ്. ഇവിടുത്തെ അവസ്ഥ അല്പം പ്രശ്നമായോണ്ടാണ് ലീവ് നീട്ടിക്കിട്ടാൻ അപേക്ഷിച്ചത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ പേടിക്കാതെ പോയിക്കോളൂ. ഞങ്ങൾ പേടിക്കാതെ പോയിക്കോളാം രഘു സാറേ. പക്ഷേ ഞങ്ങളുടെ കൊച്ചിന്റെ പേടി ആര് മാറ്റുമെന്ന് ചോദിച്ച് നളിനി അവിടേക്ക് വന്നു. ശിവേട്ട, ഇവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞോ എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നളിനി. നമ്മളെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നിടത്തോളം കാലം മോനും അച്ഛനും അമ്മയും കൂടി നമ്മളെ പറ്റിക്കും. ഞാൻ എന്തെങ്കിലും ഉച്ചത്തിലൊന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അയ്യോ നളിനി വാ പൊത്തിക്കോ എന്നങ്ങോട്ട് പറയും. എന്നിട്ട് കൺമുന്നിൽ നടക്കുന്നതോ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരു ബന്ധമാകുമ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം, അതുപോലെ പേടിയും വേണം. ഒരു കൂട്ടർ ഒതുങ്ങിയാൽ അടുത്ത കൂട്ടരെ അവരുടെ തലയിൽ കയറി നിരങ്ങും. അത് ഒരു നാട്ടു നടപ്പാണല്ലോ എന്നൊക്കെ നളിനി ദേഷ്യത്തോടെ ശിവാനന്ദൻ നളിനിയോട് പറയുന്നു. മതി നളിനി, നമുക്ക് ഇറങ്ങാം. അങ്ങനെ അവർ ഇറങ്ങുകയാണ്. ആ സമയത്താണ് ജീവൻ അവിടേക്ക് വരുന്നത്. ജീവൻ നടന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദേഷ്യത്തോടെ ശിവാനന്ദൻ ബാക്കിയുള്ള എല്ലാവരും ജീവനെ നോക്കുന്നു. ആരെയും കണ്ടഭാഗം നടിക്കാതെ ജീവൻ അകത്തേക്ക് പോവുകയാണ്. ദേഷ്യത്തോടെ നളിനി പറയുന്നു, നിൽക്കടാ അവിടെ. നളിനി ജീവന്റെ അരികിലേക്ക് പോയി. തുടക്കം മുതൽ നീ ചെയ്തു വെച്ച കാര്യങ്ങൾ മനസ്സിൽ കൂട്ടി വെച്ചോ മോനെ. എല്ലാത്തിലും നിനക്ക് തിരിച്ചടി കിട്ടാനുള്ള സമയമായിട്ടുണ്ട് എന്ന് നളിനി ജീവനോട് പറയുമ്പോൾ ജീവൻ ശിവാനന്ദനെയും സുധിയെയും നോക്കുന്നുണ്ട്. ദേഷ്യത്തോടെ മാലിങ്ങനെ കറക്കിയിടുകയാണ് ജീവൻ. എന്നിട്ട് അകത്തേക്ക് പോകുന്നു. ജീവനോട് അത്രയും നളിനി പറഞ്ഞെങ്കിലും ഭയത്തോടെയായിരുന്നു പറഞ്ഞത്. വാ ഏട്ടാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജീവൻ പോയതിനു ശേഷം ധൈര്യം സംഭരിച്ച് അരികിലേക്ക് വന്ന നളിനി പറയുന്നുണ്ട്. എന്നിട്ട് നളിനിയും വിമൽകുമാറും വണ്ടിയിലേക്ക് കയറുന്നു. ബാക്കിയുള്ള എല്ലാവരും അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് സുജാതയും രഘുവും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.